എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ മൂന്നാർ ആഫ്റ്റർ ലോങ്. അപ്പം നമ്മൾ ബൈക്ക് ട്രിപ്പ് പോവുകയാണ്, മൂന്നാറിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ട് കുറച്ച് നാളായിരുന്നു. പിന്നെ നമ്മുടെ പ്ലൂമേറിയ ഹോളിഡേയ്സിൻ്റെ ഒരു കാർഡ് ഉണ്ടായിരുന്നു നമുക്ക് വെക്കേഷൻസിന് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. ആ കാർഡ് എക്സ്പയർ ആവുന്നത് ഫെബിലായതുകൊണ്ടിട്ടാണ് നമ്മൾ കുറച്ച് ഈ ഒരു ടൈമിൽ പ്ലാൻ ചെയ്ത് പോകുന്നത്. അപ്പം ഇത് പോകുന്നത് ഒരു അത്യാവശ്യം നല്ലൊരു റിസോർട്ടിലേക്കാണ് മൂന്നാറിലുള്ള. അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ ബൈക്ക് ട്രിപ്പായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് CB350 ആണ് ഹോണ്ടയുടെ. ആൻഡ് നമ്മളിതിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലോങ് ജേർണി പോകുന്നത്. കുറച്ചും കൂടെ ബെറ്റർ ഒരു ഒപ്പീനിയൻ സപ്പോർട്ട് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ലഗേജസ് ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കും കുറച്ചും കൂടെ അത് എനിക്ക് ഇത്തിരി ഡിസ്കംഫർട്ടായിട്ട് തോന്നിയത്. പക്ഷേ കുറച്ച് പോയി കഴിഞ്ഞപ്പോഴേക്കും അത് യൂസ്ഡായി. അങ്ങോട്ട് പോയപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു റിലാക്സിങ് കൈൻഡ് ഓഫ് ഫീൽസൊക്കെ ആയിരുന്നു. നമുക്ക് അവിടെ നമ്മളൊരു 1.5 മണിക്കൂറിൽ ഇത്തിരി ബ്ലോക്ക് കിട്ടിയതുകൊണ്ടിട്ട് അടിമാലി എത്താനായിട്ട് കുറച്ച് ലേറ്റായി. അടിമാലിയിൽ എനിക്ക് തോന്നുന്നു ഒരു 14 കിലോമീറ്റർ എന്തോ ഈ റിസോർട്ടിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അടിമാലി പോകുമ്പോൾ എല്ലാവരും നോർമലി കഴിക്കുന്ന ഒരു ഹോട്ടലിൽ കയറി നമ്മളും ഒരു ബിരിയാണി കഴിച്ചു. വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ബിരിയാണിയുടെ ഇത് കഴിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഭയങ്കര തിരക്കായിരുന്നു അവിടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതുകൊണ്ടിട്ടായിരിക്കും വലിയ കാര്യമായിട്ടുള്ള ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് പിന്നെ വിശപ്പായതുകൊണ്ടിട്ട് കുറച്ച് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി കിച്ചു എന്നെക്കാളും കാര്യമായിട്ടാണ് നോക്കുന്നത്. മോനെ പോലെ കൊണ്ടു നടക്കുന്നൊരു വണ്ടിയാണ്. ഇപ്പോൾ CB350 ഭയങ്കര നല്ലൊരു വണ്ടിയാണ് കേട്ടോ. ആരെങ്കിലും എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഓക്കെ പറയും. കാര്യം നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് നമ്മൾ പോണ വഴിക്ക് ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ് ഫാക്ടറി അത്യാവശ്യം നല്ലൊരു ക്ലീൻ ഒരു അറ്റ്മോസ്ഫിയറിലൊക്കെ വെച്ചിട്ട് അവർ ചെയ്തത് കൊണ്ടിട്ട് നമ്മൾ കുറച്ച് ഇവിടുന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകാമല്ലോ. മൂന്നാറിൽ പോയിട്ട് മൂന്നാർ ചോക്ലേറ്റ്സ് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ എന്താണ് ഒരു രസം. എനിക്ക് പക്ഷേ മൂന്നാർ ചോക്ലേറ്റ്സിനേക്കാളും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ഉണ്ടായിരുന്ന പുളിമിഠായി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാര്യം പുളിമിഠായി കുറച്ചും കൂടെ ഇവിടെ കിട്ടാത്ത രീതിയിലുള്ള പുളിമിഠായി അതിനകത്ത് ഉണ്ടായിരുന്നു. ഇവിടെ പലതരം ചോക്ലേറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പം അവർ പലതരം വെറൈറ്റി കാര്യങ്ങളായിട്ട് നട്ട്സ് ഇട്ടിട്ട് പിന്നെ അത് കൂടാതെ പല പല ഫ്ലേവേഴ്സിലൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടുന്ന് കുറച്ച് വാങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ റിസോർട്ടിലേക്ക് എൻ്റർ ചെയ്യുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയിരുന്നേ. അപ്പോൾ ഇത് ഫോഗ് റിസോർട്ടാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ വെറ്റ് ടിഷ്യൂ തന്നു നമുക്ക്. അത് തന്നു കഴിഞ്ഞിട്ട് അവരുടെ ഒരു വെൽക്കം ഡ്രിങ്ക് ആൻഡ് ഇവിടെ ഡേറ്റ്സ് ഉണ്ട്. അവർ നമുക്ക് വെൽക്കം ഡ്രിങ്ക് പോലെ തരും. ഞാൻ കാവ് എന്നാണ് പറയുന്നത്. ഇതൊരു കാർഡമം, ഒരു പട്ട, നമ്മുടെ സ്പൈസസിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റ്. ഡൈജഷനൊക്കെ ഭയങ്കര നല്ലതാണെന്ന് തോന്നുന്നു. മറ്റേ നമ്മുടെ ഒരു കുടിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് വിശക്കാനൊക്കെ തുടങ്ങിയായിരുന്നുണ്ടോ. അപ്പം നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. കാവും പിന്നെ നീന്തപ്പഴം കഴിച്ച് നമ്മൾ അവിടെ ഇരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ റൂമിലേക്ക് പോയി. നമ്മുടെ റൂം ഒരു വാലി വ്യൂ റൂമായിരുന്നു, പ്രീമിയം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ആ റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര കോസി ആയിട്ടുള്ള റൂമാണ്. ഈ വലിയ ഒരു ഇത് മാറ്റിക്കഴിയുമ്പോൾ നമ്മുടെ കാർട്ടൻ മാറ്റി കഴിയുമ്പോൾ തന്നെ നല്ലൊരു ബാൽക്കണിയിൽ വ്യൂ നമുക്ക് കാണാൻ പറ്റും. താഴെ സ്വിമ്മിങ് പൂളും പിന്നെ മറ്റേ മലയുടെ വ്യൂസും ഓക്കെ. ഇത് പ്രോപ്പറായിട്ടുള്ള ഇത് മൂന്നാർ ടൗൺ തന്നെയാണ് കേട്ടോ. സോ ഭയങ്കര ഒരു കാട് അറ്റ്മോസ്ഫിയർ ഒന്നും പ്രതീക്ഷിച്ച് പോയിട്ട് കാര്യമില്ല. അത്യാവശ്യം നല്ലൊരു അടിപൊളി റിസോർട്ടാണ്. പിന്നെ നൈറ്റൊക്കെ ആണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ആവശ്യമില്ലാതെ ഞാൻ ഇവിടെയൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ നമുക്കും കുറേ കാര്യങ്ങളായിട്ട് ഇവിടെ തിന്നാനുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ആ ചേച്ചി അതൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അപ്പം നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഒന്ന് താഴത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ചായയുണ്ട്, പിന്നെ അത് കൂടാതെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടെ വല്ലപ്പോഴേക്കും ഒറ്റയ്ക്ക് ട്രിപ്പ് പോകാറുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ ട്രിപ്പൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞങ്ങൾ ആകെ 2 ട്രിപ്പ് എന്തോ തന്നെ പോയിട്ടുള്ളൂ. ബാക്കി എല്ലാത്തിലും ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഫാമിലിയായിട്ട് പോകുന്നത് തന്നെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇടയ്ക്ക് പക്ഷേ ഇങ്ങനെ എനിക്ക് കിച്ചൻ്റെ കൂടെ മാത്രം ടൈം സ്പെൻഡ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. സോ ദൂരെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ അവിടെ ഒരു എയർ ബലൂൺ ഉണ്ട്. ഇവിടെ എയർ ബലൂൺസൊക്കെ ഭയങ്കര ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ടൈം എനിക്കൊന്നും നേരത്തെ ഉണ്ടായിരുന്നു, ഞാൻ കാണാത്തതുകൊണ്ടിട്ടായിരിക്കും. എസ്തെറ്റിക് ഫോട്ടോ എടുത്ത് പരീക്ഷിക്കുന്ന കിച്ചു വേണ്ട. കിച്ചു ഇത് എസ്തെറ്റിക്കാണ്. അതല്ല എസ്തെറ്റിക് അച്ചപ്പ്. ചായ ചായയോടെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ചുമ്മാ ഒന്ന് നടക്കാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ നടന്നിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂളിലിറങ്ങി. പൂളിൽ കാര്യങ്ങൾ റൂമിൽ ഇതേപോലത്തെ ഇതൊക്കെ ഉണ്ട് കേട്ടോ.
സ്കാൻ ചെയ്യാം ഫുഡിന് വേണ്ടിയിട്ട്. ആൻഡ് അതൊക്കെ എന്നെ മാടി മാടി വിളിക്കുന്നുണ്ട്, കഴിക്കണോ വേണ്ടിയോ നമുക്ക് നോക്കാം. രാത്രി ഭക്ഷണം കഴിക്കാം. ഡെയിലിക്കാലും രസമായിരുന്നു അവിടുത്തെ നൈറ്റ് വ്യൂസ് ഒക്കെ കാണാനായിട്ട്. നമുക്ക് മലയുടെ അവിടെ പിന്നെ അപ്പുറത്തുള്ള റിസോർട്ടിലൊക്കെ ലൈറ്റൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മളൊന്ന് സ്പാ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്പായിലൊക്കെ ഒന്ന് പോയിട്ട് വന്നു. കുറേ നാൾക്ക് ശേഷം വളരെ റിഫ്രഷിങ് ആയിട്ടുള്ളൊരു ഫീലായിരുന്നു. അപ്പം നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്നൊക്കെ കരുതി. പക്ഷേ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ബൊഫേ കണ്ടോ, അത് ഭയങ്കര രസമുണ്ടായിരുന്നു. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ആൻഡ് ഇവിടെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ കരുതി എന്നാൽ പിന്നെ ബുഫേ തന്നെ ട്രൈ ചെയ്യാം. രാവിലെ എന്തായാലും ഫ്രീ ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്തേക്കാമെന്ന് വിചാരിച്ച്. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ഞാൻ മിക്ക ബുഫേസും ഹോട്ടലിൽ കണ്ടിട്ടുള്ള എല്ലാ മിക്കതും ഏറെക്കുറെ സെയിം തന്നെ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 ഐറ്റംസിന് മാത്രമേ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. ഈ മറ്റേ ചീസ് ഐറ്റം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചീസ് മാക്ക് ആൻഡ് ചീസ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ആൻഡ് ഈ പറാത്ത മറ്റേ നൂഡിൽസ് വരെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഈവൻ ഇവിടെ കുറേ ടൈപ്പ് ഓഫ് സാലഡ്സ് ഉണ്ടായിരുന്നു. നമ്മളപ്പോൾ ഒന്ന് തീരുമാനിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാര്യമായിട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഈ പാസ്ത അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് പിന്നെ പല സാധനങ്ങളും ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പ്രോട്ടീൻസ് ആണ് കേട്ടോ കൂടുതലായിട്ട് എടുത്തത്. ആ ടൈമിൽ ഞാൻ നന്നായിട്ട് ജിമ്മിലൊക്കെ പോകുന്നതുകൊണ്ടിട്ട് ഇങ്ങനെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡെസേർട്ട് സെക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇത്തിരി കുറച്ച് കഴിച്ചാൽ മതി എന്നുള്ളൊരിത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു പാത്രത്തിൽ നിന്ന് 2 പേരും കൂടെ ആയിട്ടാണ് കേട്ടോ കഴിച്ചത്. കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ 2 പേരും കൂടെ അങ്ങ് കഴിച്ചത്. നമ്മുടെ വിശാലമായ ഫുഡിലൊക്കെ കഴിഞ്ഞു. ഡ്രസ്സ് ആയതുകൊണ്ട് കുഴപ്പമില്ല. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 റൗണ്ടൊക്കെ നടന്നിട്ടൊക്കെ ആട്ടോ വന്നത്. പിന്നെ രാവിലെ കിടന്നുറങ്ങി. നമ്മൾ രാത്രിയിൽ ആ മറ്റേ വ്യൂസൊക്കെ കണ്ടു. താഴെയൊക്കെ ഇറങ്ങി പോകാനായിട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ രാവിലെ പോയി അവിടെ വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ വീഡിയോ എടുക്കാനൊക്കെ ഞാൻ വിട്ടുപോയായിരുന്നു. പിന്നെ രാവിലെ എണീറ്റ് ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി കിച്ചനും കൊടുത്തു. ഞാനവിടെ അപ്പോൾ രാവിലെ ഇരുന്ന് കുടിച്ചു. പിന്നെ നമ്മൾ കുറച്ച് നേരം വൈബ്സൊക്കെ എൻജോയ് ചെയ്ത് അവിടെ ഇരുന്നു. അപ്പോഴേക്കും രാവിലെ നമ്മുടെ ചെക്കൗട്ടിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ആവാറായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് കൊണ്ടിട്ട് അങ്ങോട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് അറ്റാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പുട്ട്, കടല, പിന്നെ അത് കൂടാതെ സോട്ടഡ് വെജീസ്, ചീസ് ബോൾസ്, വട, ദോശ, ചിക്കൻ നഗറ്റ്സ്, പരാത്ത, പൂരി, അങ്ങനെ കുറേ ഐറ്റംസ് പിന്നെയും ഉണ്ടായിരുന്നു. പയറൊന്നും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നം വരും. അതുകൊണ്ടിട്ട് ഞാനത് കഴിക്കത്തില്ല. ആൻഡ് പൂരി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പരാട്ടയും കുഴപ്പമുണ്ടായില്ല. ആൻഡ് ഇവിടെ നമുക്ക് ബ്രെഡ് ടോസ്റ്റ് കാര്യങ്ങളൊക്കെ അത് ഏത് ബ്രെഡ് വേണമെന്ന് വെച്ചാൽ അവിടെ ഉണ്ട്. മഫിൻസും പിന്നെ ക്രോസൻസൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ ടൈപ്പ്. അത് പ്ലസ് ബട്ടർ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രഷ് ജ്യൂസസ്, കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇത് കിച്ചൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പം ഞാൻ എൻ്റെ പ്ലേറ്റ് കാണിച്ചു തരാം. എനിക്കതത്ര വലിയ കാര്യമായിട്ട് തോന്നിയില്ലെങ്കിലും കുഴപ്പമുണ്ടായില്ല. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടോ സാധനങ്ങളൊക്കെ ഞാൻ കാര്യമായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു പരിപാടിയാണിത്. അപ്പം നമ്മൾ ഈ ഒരു ട്രിപ്പ് ഒരു ജസ്റ്റ് 1 day സ്റ്റേ ഇത് ഇവിടെ നിന്ന് ഇപ്പോൾ വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. ആൻഡ് ഓൾമോസ്റ്റ് നമ്മൾ റൂമ് വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാധനമൊന്നും ഞങ്ങൾ പൊട്ടിച്ചില്ല. താട്ടുണ്ട് ഇവിടെ എന്തോ ഓൾറെഡി രാത്രിയിലത്തെ ബുഫേ എന്ന് പറഞ്ഞാൽ വയറ് ഇത്ര നിറച്ചിട്ടാണ് കയറി വന്നത്. അപ്പം ഞങ്ങൾ 2 റൗണ്ട് നടക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കയറിയത്. പിന്നെ ഇതൊന്നും കഴിക്കാനുള്ള ഒരു വയറും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അല്ല ഇജു? അപ്പം ബൈ ബൈ. നമുക്കിനി കൊച്ചിയിൽ കാണാം.
ഇത്രയാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റൊക്കെ വന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഏറെക്കുറെ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. നമുക്ക് ഒന്ന് എൻ്റെ അമ്മയുടെ വീട്ടിൽ കയറണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോയി അമ്മേനെയൊക്കെ കണ്ടു, തിരിച്ചു പോയി. ഒരു 4 മണിയൊക്കെ ആയപ്പോൾ തന്നെ എറണാകുളമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ മൂന്നാറിൽ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡിൽ. അപ്പോൾ നിങ്ങൾ മൂന്നാർ വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങിക്കോളൂ. കാര്യം എപ്പോഴും ബ്ലോക്ക് കിട്ടാൻ ചാൻസസ് ഉള്ള പല സ്ഥലങ്ങളും മൂന്നാറിപ്പോൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ട്രിപ്പ് പോവുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊക്കെ പോവുക. അപ്പോൾ ലാസ്റ്റത്തെ ഒരു കരിമ്പിൻ ജ്യൂസോടെ ഇതിവിടെ തീരുവാണ്. അപ്പോൾ ബൈ നമ്മുടെ ഒരു അടിപൊളി സ്റ്റേക്കേഷൻ റെസ്റ്റ് ഒരു നല്ല ഡേ ഇവിടെ തീരുന്നു. അപ്പോൾ ബൈ ഗൈസ്.